വെൽക്കം ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ, പ്രവാസികൾ, അതിൽ ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലി നേടുക, ആ ജോലി നേടി കുറച്ച് കാശ് സമ്പാദിക്കുക, അതിനുശേഷം ഒരു ബിസിനസ് തുടങ്ങുക. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ, അതായത് അവിടുന്ന് വിമാനം കയറി ഇവിടെ എത്തിയത് മുതലുള്ള ഒരു സ്വപ്നമാണ്. അങ്ങനെ ഈ സ്വപ്നങ്ങളൊക്കെ ഭാണ്ഡവുമായിട്ട് നമ്മൾ വരുമ്പോൾ അത് കഴിഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ തുടങ്ങിയാൽ പിന്നെ തുടങ്ങുന്ന നമ്മുടെ സ്ട്രെസ്സാണ്. ഒരുപാട് ടെൻഷൻസ്, ചെക്ക് മടങ്ങുന്ന പ്രശ്നങ്ങൾ, സപ്ലയറുടെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി കച്ചവടമില്ലാത്ത ഇങ്ങനെല്ലാം പ്രശ്നങ്ങളിടയിൽ നമുക്ക് എപ്പോഴും ഏത് പ്രശ്നം, പ്രവാസികളുടെ പ്രത്യേകിച്ചുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് പല രീതിയിലുണ്ടാവും. ഈ സ്ട്രെസ്സൊക്കെ ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളായി കൂടി ഒന്ന് ചായ കുടിക്കാൻ പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക. അങ്ങനെ കൂട്ടമായിട്ട് കൂട്ടായ്മകൾ ഈ പ്രവാസ ലോകത്ത് നിരവധി ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക കൂട്ടായ്മകളുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ കൂട്ടായ്മകളുണ്ട്, കലാപരമായിട്ടുള്ള കൂട്ടായ്മകളുണ്ട്, ഒന്നുമില്ലെങ്കിലും വെറുതെ ഒന്ന് നടക്കാനുള്ള കുറേ കൂട്ടായ്മകൾ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള അങ്ങനെ നിരവധി കൂട്ടായ്മകളുള്ള ഈ ഒരു പ്രവാസ ലോകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കുള്ള ഒരു കൂട്ടായ്മയാണ് IPA അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ IPA അതുപോലെ തന്നെ IPAയിലുള്ള മറ്റൊരു സബ് ഡിവിഷനാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള, അമേരിക്കയിൽ തുടങ്ങി 100 വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു വലിയ ഓർഗനൈസേഷനാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെയുള്ളവർ പറയും. അങ്ങനെയുള്ള IPA ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ സാരഥികളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒന്ന് അതിൻ്റെ ഫൗണ്ടർ, അതായത് IPA എന്നുള്ള ആ ഒരു ഓർഗനൈസേഷൻ പ്ലാറ്റ്ഫോമിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ IPAയിലുള്ള ഫൗണ്ടർ അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അതെ, അതേപോലെ തന്നെ ഇവിടെ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ആരാന്ന് പറഞ്ഞാൽ ഈ IPA ടോസ്റ്റ് മാസ്റ്ററിൽ എല്ലാ വർഷവും ആൾക്കാരുണ്ടാവും. അതിനെ കൊണ്ട് നടക്കാനുള്ള, ഓർഗനൈസ് ചെയ്ത് നടക്കാനുള്ള ഭാരവാഹികൾ അല്ലെങ്കിൽ ഓഫീസ് ബിയറേഴ്സ്. അതിൻ്റെ പ്രസിഡൻ്റാണ് റഫീഖ് അൽമയാർ. അതേപോലെ തന്നെ അതിൻ്റെ 2-3 സെക്ടറാണ്. അതിന് VP എഡ്യൂക്കേഷൻ, VP PR, VP മെമ്പർഷിപ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ VP എഡ്യൂക്കേഷൻ, അതായത് എങ്ങനെയാണ് ഒരു ടോസ്റ്റ് മാസ്റ്ററെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് ബൈജു. അതേപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ഇസ്മായിൽ. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മെമ്പർഷിപ്പ്, അതായത് മെമ്പേഴ്സിനെ കൂടുതൽ ഇതിലേക്ക് ചേർക്കുകയും അവരെ ഒന്ന് ക്രോഡീകരിക്കുകയും ചെയ്യുന്ന ചുമതലയുള്ള VP ജാക്കിർ ഹുസൈനാണ്, VP മെമ്പർഷിപ്പ്. അതേപോലെ ഇതിൻ്റെ ട്രഷറർ, ഇതിൻ്റെ ഖജാൻജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാശൊക്കെ കൂട്ടി വെച്ച് ഇതിനെല്ലാം ചെലവുകൾ നടത്തുന്ന നമ്മുടെ പ്രിയങ്കനായ ഷൈജു. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇന്ന് എന്നോടൊപ്പം. കുറച്ച് കൂടിപ്പോയി ഇൻട്രൊഡക്ഷൻ, കുഴപ്പമില്ല. ഇനി വരുന്ന ആൾക്കാരൊക്കെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശിഹാബ് തങ്ങൾ ആക്ച്വലി എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ ബിസിനസ് ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? First of all, thank you very much, Munirka, for this wonderful opportunity to take part in your talk show. ഞാൻ പ്രൊഫഷണലി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 2006 മുതൽ ഇവിടെ UAEയിൽ പ്രാക്ടീസിലുണ്ട്. സ്ട്രാറ്റജിക് അഡ്വൈസറായിട്ട് ബിസിനസ്സുകളുടെ അവരുടെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിന് ഓൺട്രപ്രന്യേഴ്സുമായിട്ട് അതിൻ്റെ ലീഡർഷിപ്പ് ടീമുമായി ക്ലോസ്ലി വർക്ക് ചെയ്ത് അവരുടെ വിഷൻ അച്ചീവ് ചെയ്യുന്നതിൽ സഹായിക്കുക എന്നുള്ള വളരെ മർമ്മപ്രധാനമായ ദൗത്യമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന TCA എന്ന കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ UK പറിച്ച് നടപ്പെട്ട ഒരാൾ കൂടിയാണ് തങ്ങൾ. അതായത് 15 ദിവസം അവിടെയും 15 ദിവസം ഇവിടെയും. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റൂട്ടീൻസ്? അതെ, അതിൻ്റെ നമ്മുടെ TCAയുടെ എക്സ്പാൻഷൻ പ്ലാൻ്റെ ഭാഗമായി UK എൻട്രി കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെയും അവിടെയും വിസിറ്റ് ഫ്രീക്വൻ്റ്ലി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി ഇവിടെയാണ് ഫോക്കസ്. നിങ്ങൾ ഒഫീഷ്യലായിട്ട് IPAയുടെ ട്രഷററാണ് അതെ അല്ലേ? അതെ. ഓക്കെ, എന്താണ് IPA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, IPA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ. UAEയിലെ ഒരു പക്ഷേ GCCയിലെ തന്നെ മലയാളി ബിസിനസ്സുകാരുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള 250-ൽ കൂടുതൽ മെമ്പേഴ്സുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഓൺട്രപ്രന്യേഴ്സിൻ്റെ ഫോറമാണ് IPA എന്ന് പറയുന്നത്. അത് 2016-17 കാലഘട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള
ദുബായിലത്തെ ബിസിനസ്സുകാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമുക്ക് ഫൈസൽ മലബാർ ബോർഡിലെ ഫൈസൽ ഡയറക്ടർ ഫൈസൽ ക, അതുപോലെ ഷാഫി അൽ മുർഷദി, സ്റ്റോറീസിൻ്റെ ചെയർമാൻ സഹീർ ക, നെല്ലറ ഷംസുക്ക പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് വളർന്നതാണത്. വളരെ സ്വകാര്യമായി വന്ന ഒരു കൂട്ടായ്മ പിന്നീട് അവരുടെ ഒരു വിഷൻ പ്രമാണിച്ച് ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് IPA എന്ന ഒരു ആശയം അതിലൂടെ ഉദിക്കുകയും അത് പിന്നീട് ഇവിടെയുള്ള ദുബായിലുള്ള മലയാളി ബിസിനസ്സുകാർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് അത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് 250ഓളം മെമ്പേഴ്സുള്ള 2 വർഷം കൂടുമ്പോൾ അതിൻ്റെ ചെയർമാൻഷിപ്പ് മാറും. ഇപ്പോഴത്തെ ചെയർമാൻ എന്നത് UAE തന്നെ മലയാളി സംരംഭകരുടെ ഇടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹോട്ട് പാക്ക് എന്ന ഗ്ലോബൽ കമ്പനി, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള സൈനുദ്ദീൻ ഹോട്ട് പാക്ക് എന്ന് അറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇപ്പോഴത്തെ IPAയുടെ ചെയർമാൻ. വൈസ് ചെയർമാനായിട്ടുള്ളത് നമ്മുടെ റിയാസ് കിൽട്ടൺ ഗ്രൂപ്പിൻ്റെ. അതെ. അപ്പോൾ ഹാരിസ് ഖാൻ ഉണ്ട്. 5 അവർ ഒരു ഗ്രൂപ്പായിട്ടുള്ള എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ. അതെ. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ കൂട്ടായ്മ പിന്നീട് IPA ആയിട്ട് വളർന്നു. അപ്പോൾ കഴിഞ്ഞ ബോർഡിൽ അഥവാ നമ്മുടെ ഫൈൻ ടൂൾസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷംസുക്ക ചെയർമാനായിരുന്ന വി കെ ഷംസുക്ക ചെയർമാനായിട്ടുള്ള ബോർഡിൽ ഞാൻ അംഗമാണ്, മുനീർക്ക അതിലംഗമാണ്. അപ്പോൾ അന്ന് ബോർഡിൻ്റെ ഇനീഷ്യൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സ്, അന്ന് ധാരാളം മെമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയം, ആക്റ്റീവ് ആവുന്ന സമയം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നമുക്ക് മെമ്പേഴ്സിനെ ആക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ സാധിക്കും. അന്ന് ഞാൻ വേറൊരു ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ മെമ്പറാണ്. അറബി പഠിക്കുന്നതിൻ്റെ ഭാഗമായി അറബി ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ ഞാൻ മാത്രം. കുഴപ്പമില്ലാതെ അങ്ങനെ അന്ന് ആ സമയത്ത് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് എനിക്കറിയാം. അതിന് മുന്നേ അറിയാം, കനാഡിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബോബ് പ്രോക്ചർ ഉണ്ട്, അറിയപ്പെടുന്ന മോട്ടിവേഷൻ. ഇപ്പം മരണപ്പെട്ട അദ്ദേഹം ഒരു 90-ആം വയസ്സിലടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ബാക്കിയുള്ളവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ ആദ്യമായി ഇത് കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ. എങ്കിലും ഇവിടെ വന്നപ്പോൾ ഈ അറബിക് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ മെമ്പറായി. അപ്പോൾ ഞാൻ ഈ ആശയം പങ്കുവെച്ചു ബോർഡിൽ, നമുക്ക് എന്തുകൊണ്ട് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് നടത്തിക്കൂടാ? കാരണം എല്ലാവരും ഓൺട്രപ്രനേഴ്സാണ്. ഈ ഓൺട്രപ്രനേഴ്സിൻ്റെ പ്രത്യേകത, ഇവർ വളരെ കഴിവുള്ളവരാണ്, റിസ്ക് എടുക്കാൻ കഴിവുള്ളവരാണ്, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുന്നവരാണ്, നല്ല ടീം ലീഡർഷിപ്പ് ഉള്ളവരാണ്. പക്ഷേ ഇവർക്കുള്ള ഒരു കുഴപ്പം, 4 ആൾ കൂടി സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് തൻ്റെ മനസ്സിലുള്ള ആശയം കൃത്യമായി പറയുമ്പോൾ അതിൽ ചിലർക്കെങ്കിലും നമ്മൾ പറയണ മുട്ടുപറക്കും. അതെ, മുട്ടുപറ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ ആദ്യമായി നമുക്കും ഗുണമാണ്, എല്ലാവർക്കും ആരാണ്. അന്നത് ചെയർമാനും അതുപോലെ ഫൈസൽക്കയും ഫുൾ സപ്പോർട്ട് ചെയ്തു. ആ ഡിസ്കഷനോടെ കഴിഞ്ഞു. തിരക്കുകൾക്കിടയിൽ പിന്നെ വിട്ടുപോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്ന ഒരു ദിവസം ചെയർമാൻ്റെ, അന്നത്തെ ചെയർമാൻ ഷംസുക്കാടെ, തങ്ങളെവിടെ ഉള്ളത്, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ കിസൈസിലുള്ള റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ നെല്ലറ അല്ല, നമ്മുടെ ഇവിടെ ലുലുടെ സൽക്കാരം അനോട്ട്, അവിടെ എന്നെ വിളിച്ചു. നമ്മൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, തങ്ങൾ കുറച്ച് നാളായി ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാനിത് പലരോടും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഉദ്ദേശം? ഇത് ഇവിടെ വെച്ച് എനിക്ക് ഇപ്പോൾ തീരുമാനമായിക്കിടെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ നമ്മൾ IPAയുടെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ഇവൻ്റ് നടക്കാൻ പോകുന്നു ഗ്രാൻഡ് ഹയാത്തിൽ, ഇന്ത്യ 75. ഒരു മേജർ മെഗാ ഇവൻറ്റ്, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടാണ് മെഗാ ഇവൻറ്റ് നടക്കുന്നു. അന്ന് ആ ഇവൻറ്റ് ഇനി ഒരാഴ്ച ഉള്ളൂ. എന്നോട് പറഞ്ഞു, നമുക്ക് ആ ഇവൻറ്റിൽ IPA ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് ലോഞ്ച് ചെയ്യണം. ബാക്കിയൊന്നും എനിക്കറിയണ്ട, നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്. അന്ന് ഞാൻ ഒരാഴ്ചയുള്ളൂ. സാധാരണ ഒരു ക്ലബ്ബ് ചാർട്ടർ ചെയ്യാൻ തന്നെ വരും 1.5 മാസമൊക്കെ എടുക്കും. കാരണം USA പോയി രജിസ്റ്റർ ചെയ്ത് വരണമല്ലോ. അന്ന് തുടങ്ങി ആ പ്രോസസ്സാണ്. വിജയകരമായ ഒരാഴ്ചക്കുള്ളിൽ അന്നത്തെ ഡിസ്ട്രിക്ട് ലീഡർഷിപ്പിലുണ്ടായിരുന്ന ദീപ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ഡയറക്ടർ കൂടിയാണ് നമ്മുടെ ക്ലബ്ബുള്ള, അവരെ ബന്ധപ്പെട്ടു. അതുപോലെ പലരും, ദിവ്യ രാജൻ, എൻ്റെ അറബി ക്ലബ്ബിലുണ്ടായിരുന്ന അന്നത്തെ ഏരിയ ഡയറക്ടേഴ്സ്, നമ്മുടെ IPA മെമ്പറായിട്ടുള്ള ഫിറോസ് അബ്ദുള്ള അന്ന് IPA, അന്ന് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിലെ മെമ്പറാണ്. ബാക്കി ആർക്കും ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് അധികം അറിയില്ല, പരിചയമില്ല. അങ്ങനെ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരാഴ്ചക്കകം
30ഓളം പേരെ മെമ്പർഷിപ്പ് ആക്കിയിട്ട് ക്ലബ്ബ് ചാർട്ടർ ചെയ്യുകയും അത് അവിടെ ആ ഇവൻറ്റിൽ വെച്ച് ലോഞ്ച് ചെയ്യുന്നതോടുകൂടിയാണ് ഐ പി എ ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൻ്റെ തുടക്കം. ഓക്കെ, ഇപ്പോൾ IPA എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്? വൈ IPA ആൻഡ് വാട്ട് ഈസ് IPA എന്ന് വെച്ചാൽ? ഓക്കെ, IPA എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ബിസിനസ്സുകാരനായിരിക്കുക, അദ്ദേഹത്തിന് പ്രോപ്പർ എൻവയോൺമെൻറ്റ് വേണം, സറൗണ്ടിങ്സ് ബെറ്റർ ആയിരിക്കണം. സറൗണ്ടിങ്സ്, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇല്ലാതെ ബിസിനസ് വളരില്ല. ചുരുക്കി പറയാൻ നെറ്റ്വർക്ക് ടു നെറ്റ്വർത്ത്. നെറ്റ്വർത്ത് ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് നെറ്റ്വർക്കിംഗ്. ഈ നെറ്റ്വർക്കിങ്ങിൽ പ്രധാനം തങ്ങളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായി സഹവസിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു നെറ്റ്വർക്കിങ്ങിൽ ഇത്രയും ആക്റ്റീവായ അതിഗംഭീരമായ ഡൈനാമിക്സ് ആണ് ഇൻ്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നൽകുന്നത്. വേറൊരു പ്രത്യേകത, ഈ IPAക്കകത്ത് ബിസിനസ് അല്ലാത്ത വേറെ ഒന്നും നടക്കില്ല. ഓൺലി ബിസിനസ് ഡിസ്കഷൻ, നോ ചാരിറ്റി, നോ, അതിനൊക്കെ ഇഷ്ടംപോലെ വേദികളിലൂടെ ഉണ്ടാവും. നമ്മളത് ബോധേഡല്ല. ഇതിലുള്ള പലരും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഇവിടുത്തെ അധികാരികളുമായി സഹകരിച്ച് വലിയ രൂപത്തിൽ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ വേദിയിൽ വന്നാൽ ഇവിടെ ബിസിനസ് അല്ലാതെ, ബിസിനസ് പ്രൊമോഷൻ അല്ലാതെ, ഓൺടർപ്രണർഷിപ്പ് അല്ലാതെ, ലീഡർഷിപ്പ് സ്കിൽ അല്ലാതെ വേറൊരു പ്രോഗ്രാമും നടക്കില്ല. അതാണ് IPAയുടെ ഒരു ഇതിനെ കാര്യക്ഷമമാക്കാൻ വേണ്ടി 8ഓളം ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കി. ആ ക്ലസ്റ്റേഴ്സിൽ മെമ്പർഷിപ്പിനെ തിരിച്ച് ഓരോ ക്ലസ്റ്ററിൽ 30ഓളം മെമ്പർമാർ വന്ന് 8ഓളം ക്ലസ്റ്റർ ഹെഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരു ക്ലസ്റ്റർ ഹെഡാണ് നമ്മുടെ റഫീഖ്. അതുപോലെ തന്നെ പലരും 5-8 പേര് അടങ്ങുന്ന ക്ലസ്റ്റർ ഹെഡ്സ് ഉണ്ട്. ഷാഫി നെച്ചിക്കാട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള പലരും ഉണ്ട് ഇതിൽ. ലത്തീഫ് ക, നദീർ, അത് ലസിത്ത് ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അവരവരുടെ മെമ്പേഴ്സിനെ എല്ലാ മാസവും 1 തവണ 2 തവണ കൂടി അവരുടെ നേടിയിട്ടുള്ള വിജയങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ് ഓരോ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഓരോ മെമ്പേഴ്സ് എഴുന്നേറ്റ് നിന്ന് ഞാൻ നേരിട്ട പ്രശ്നവും അതിനെങ്ങനെ നേരിട്ടു എന്നുള്ളത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ ആ ഒരു മോട്ടിവേഷൻ ലെവലൊന്ന് ആലോചിച്ച് നോക്കി മുന്നേൽക്കാം. അത് ഇവിടെ കിട്ടും. നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാട് കിട്ടും. പക്ഷേ അവർക്ക് പലരും ബിസിനസ് ഭയക്കുന്നവരാണ്. മറ്റേതങ്ങനെയല്ല, ബിസിനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പ്രശ്നങ്ങൾ നേരിട്ട സീനിയേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഓക്കെ, ഇനി കം ടു റഫീഖ് ഇപ്പോൾ പ്രസിഡൻ്റാണ്, പുതിയ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ പ്രസിഡൻ്റാണ് റഫീഖ്. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ഫൈസൽ ഇബ്രാഹിം. അതിന് മുമ്പത്തെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു ഷിഹാബ് തങ്ങളായിരുന്നു. റഫീഖ്, എന്താണ് ഈ ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ടോസ്റ്റ് മാസ്റ്ററിനെ കുറിച്ച് എല്ലാവരും കേൾക്കുന്നുണ്ട്. വാട്ട് ഈസ് ടോസ്റ്റ് മാസ്റ്റർ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? First of all, thanks again, Monica, for this wonderful opportunity for the new committee. 1924 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്മിഡ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി തുടക്കം കുറിച്ച നോൺ പ്രോഫിറ്റ് എഡ്യൂക്കേഷൻ തുടക്കം കുറിച്ച ഒരു നോൺ പ്രോഫിറ്റ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനാണ് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ. ഇന്ന് ഏകദേശം 148 രാജ്യങ്ങളിലായി 3,75,000 മെമ്പേഴ്സുള്ള വലിയൊരു കൂട്ടായ്മ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കില്ല്, ഈ 3 സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോസ്റ്റ് മാസ്റ്ററെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആരാണ് റഫീഖ്? എന്താണ് റഫീഖ് ചെയ്യുന്നത്? റഫീഖ് അൽമായർ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു UAE തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന വലിയ ഫാക്ടറി, ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇപ്പോൾ ഷാർജയിൽ തന്നെ ഒരു മികച്ച ഒരു സംഘാടകനാണ്, മികച്ച സാമൂഹ്യ പ്രവർത്തകനാണ്, അങ്ങനെ ഒത്തിരി മികവുകളുള്ള ഒരാളാണ്. റഫീഖിൻ്റെ അൽമായർ ഗ്രൂപ്പും അതുപോലെ അതുമായി സംബന്ധിച്ച ബിസിനസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അൽമയർ ഹോൾഡിങ്സ് മെയിൻലി വി ആർ ഇൻ ടു ദി ഇലക്ട്രിക്കൽ ബിസിനസ്. ഞങ്ങൾ സോളാറിൽ പ്രോജക്ട്സ് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. EV ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന വി ആർ വൺ അമംഗ് ദി 3 approved contractors in Dubai. Then we are having a switchgear company and with presence in all electric ആണ്. Yeah, we are more into electric. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയലിൽ വേറെ കൊതോബ എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി ഞങ്ങൾക്കുണ്ട്. അതുപോലെ GCCയിൽ എല്ലാ രാജ്യത്തും അൽമയാറിന് പ്രസൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ, UK, സ്പെയിൻ, ഈ രാജ്യങ്ങളിലൊക്കെ അൽമയാറിന് ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ടോസ്റ്റ് മാസ്റ്റർ IPLത്തെ ടോസ്റ്റ് മാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ആക്ച്വലി ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രസിഡന്റ്, അതിന് താഴെ VP എഡ്യൂക്കേഷന്, VP മെമ്പർഷിപ്പ്, VP PR, സെക്രട്ടറി, ട്രഷറർ, SAA. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അവരുടെ
പ്രാധാന്യമായിട്ടുള്ള എന്താണ് അവരുടെയൊക്കെ ഒരു ചുമതലകൾ? VP എഡ്യൂക്കേഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റോള്. ഈ മെമ്പേഴ്സിനെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ റോളുകൾ എടുപ്പിക്കാൻ സഹായിക്കുക. ഇതെല്ലാമാണ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള അജണ്ട പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ മീറ്റിങ്ങിൻ്റെ പ്രോപ്പർ എക്സിക്യൂഷനിലാണ് VP എഡ്യൂക്കേഷൻ്റെ റോള്. VP PR വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് VP PR ചെയ്യുന്നത്. VP മെമ്പർഷിപ്പ്, പുതിയ മെമ്പേഴ്സിനെ ഓൺബോർഡ് ചെയ്യുക, പിന്നെ പുതിയ ഗസ്റ്റുകളെ ഓരോ മീറ്റിങ്ങിലോട്ട് ക്ഷണിക്കുക, അവരെ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രസക്തി വ്യക്തമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിലൂടെ പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരിക. ഇതാണ് VP മെമ്പർഷിപ്പിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറി പ്രോപ്പറായിട്ട് വെന്യൂ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന റോളാണ് സെക്രട്ടറിക്കുള്ളത്. SA മീറ്റിംഗ് തുടങ്ങുന്ന ഒരു റോളാണ് SA ടേംസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ട്രഷററാണ്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. വളരെ ചെറിയ എമൗണ്ടാണ് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യാനും മറ്റൊക്കെ വേണ്ടത്. അപ്പോൾ ആ കമ്മിറ്റിൻ്റെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ട്രഷററാണ്. ഈ ടോസ്റ്റ് മാസ്റ്റർ IPA ടോസ്റ്റ് മാസ്റ്ററിൽ പുറമേയുള്ള ആൾക്കാർക്ക് മെമ്പർ ആവാൻ പറ്റുമോ? ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ആർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ IPA ടോസ്റ്റ് മാസ്റ്റേഴ്സ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ IPA എന്ന് പറയുന്ന സംഘടനക്ക് കീഴിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ IPA ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ IPA മെമ്പർ ആയിരിക്കണം. IPA മെമ്പർ ആവണമെങ്കിൽ അത് ഓൺടർപ്രനേഴ്സിന് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് ഗസ്റ്റ് ആയിട്ട് വരാം. മീറ്റിങ്ങിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് എങ്ങനെ ഈ ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് നടക്കുന്നത് മനസ്സിലാക്കാം. അവർ ഓൺടർപ്രനേഴ്സ് ആണെങ്കിൽ, കാരണം IPL മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ ബിസിനസ് ഓണർ ആവാന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വന്ന് പരിചയപ്പെട്ട് ആ ഒരു മെമ്പർഷിപ്പ് എടുത്ത് IPL അതെ, ഒരുപാട് പേര് അങ്ങനെ വന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ VP എഡ്യൂക്കേഷൻ. ഇപ്പൊ ബൈജു ബ്രോ, എന്താണ് ബൈജു ബ്രോന്റെ ബിസിനസ്? ബൈജു ബ്രോ ഒരു ഓട്ടോമൊബൈൽ ഗാരേജ് സക്സസ്ഫുള്ളി നടത്തുന്ന ഒരാളാണ്. ബൈജു ബ്രോയെ കുറിച്ച് ബൈജു ബ്രോക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് ആർ യു ആൻഡ് ഹൗ ആർ യു ഡൂയിങ്? ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന്. അതായത് ഞാൻ 2007 ടോക്കിയോ ഓട്ടോ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ച വ്യക്തിയാണ്. ഇപ്പം ഷാർജയിൽ ഒരു 2 സ്ഥാപനങ്ങൾ ഉണ്ട് എനിക്ക്. പിന്നെ 92 ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് 95 മുതൽ നാട്ടിൽ മുതലേ ഇങ്ങനെ വർക്ക്ഷോപ്പ്. കാസർഗോഡ് ജില്ലക്കാരനാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ്. കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഈ നിങ്ങളുടെ ടോസ്റ്റ് മാസ്റ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ടോസ്റ്റ് മാസ്റ്റർ എഡ്യൂക്കേഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ പറ്റും? ഈ ടോസ്റ്റ് മാസ്റ്ററിൽ വന്ന ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ മാറ്റങ്ങളുണ്ട്. അതായത് എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ബേസിക് സ്വഭാവങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും ഒതുങ്ങിക്കൂടി നിൽക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അവിടെ സദ്യ വിളമ്പാനൊക്കെ റെഡി ആയിട്ടുണ്ടാവും ആൾക്കാർ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെന്ന് അത് പറയുന്നിടം വരെ അത് ചെയ്യാനൊരു മടിയായിരിക്കും. ആരെങ്കിലും പുഷ് ചെയ്യണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്ത് നമ്മൾ കഴിച്ചില്ലെങ്കിലും എല്ലാവരും കഴിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു അതില് അങ്ങനെ പിന്നെ മുന്നോട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കൊരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാനായിട്ട് പെട്ടെന്ന് മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ടെൻഡൻസി നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചു. രണ്ടാമത്തെ മെയിനായിട്ടുള്ളത്, നമുക്ക് ഈ പ്രസംഗിക്കുവാനുള്ള ഒരു വലിയ എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഇതിൽ കൂടെ നമുക്ക് ലഭിച്ചു. അപ്പം എന്താ, അറിവ് നേടുവാൻ നമുക്കൊരു പ്രസംഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് അറിവുണ്ടായി. അപ്പം എന്നെ സംബന്ധിച്ചോളം പണ്ട് ബുക്കൊക്കെ വായിക്കുമ്പം ഉറങ്ങിപ്പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. വായിക്കാൻ, കേൾവി മാത്രമേ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നിർബന്ധിച്ചിരുന്ന് ബുക്കുകൾ വായിക്കുക. ഓരോ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് തീരുകയാണ്. അപ്പോൾ ഓരോ വാക്കിലും നമുക്ക് ഒരു പ്രസംഗം തന്നെ കാണാൻ പറ്റും. ഒരു ചെറിയ വാക്കിൽ പോലും വലിയ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ടോസ്റ്റ് മാസ്റ്റർ വന്നേ പിന്നെ ഉണ്ടായ 2 തന്നെ എൻ്റെ ബേസിക് സ്വഭാവം മാറി. 2 അറിവ് നേടാനായിട്ടുള്ള വലിയൊരു ത്വര, വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഊണ് ഉറക്കമില്ലാതെ നമ്മൾ ബുക്ക് എടുത്ത് വെച്ച്
പഠിക്കുന്നു, പുതിയ വേർഡുകൾ പഠിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ശരിക്കും പ്രസംഗിക്കുന്ന ഉറക്കത്തിൽ പോലും ഇപ്പോൾ കിടക്കുമ്പോൾ നമ്മൾ സത്യമായിട്ട് ആ ഒരു പ്രസംഗം ഒരു ലഹരിയാണ്. ലഹരിയായി മാറി അല്ലേ? ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന ഒരു പ്രസംഗത്തിലൂടെ കിട്ടുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് ടോസ്റ്റ് മാസ്റ്റർ എന്ന് കേട്ടത് തന്നെ എൻ്റെ ഉള്ളിലൊരു ചെറിയ പ്രസംഗത്തിന് കഴിവുണ്ട്, അത് മനസ്സിലാക്കിയത് തങ്ങളാണ്. കാരണം അന്ന് ആദ്യമായിട്ട് IPL ജോയിൻ ചെയ്തിട്ട് അത് എന്നെ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യണം, നിനക്ക് അതിനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെയാണ് ഞാൻ ടോസ്റ്റ് മാസ്റ്റർ എന്ന് കേൾക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ ആ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇതിലേക്ക് വരാനും എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാം ഇത് ഓപ്പണായിട്ട് ഈ ടോസ്റ്റ് മാസ്റ്ററിനെ കുറിച്ച് ഞങ്ങളിലൂടെ നിങ്ങൾ അറിയുകയാണ്. അപ്പോൾ കേൾക്കാത്ത ഒത്തിരി പേരുണ്ടാവും. നിങ്ങൾക്കെല്ലാം വലിയ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. Absolutely wonderful. That was a great message. Zach. Okay. Zakir Hussain എന്ന് എല്ലാവരും വിളിക്കുന്ന, നമ്മൾ സാക്ക് എന്ന് വിളിക്കുന്ന സാക്ക് പ്ലസ് ഗ്ലാഡിയേറ്റർ, സാക്ക് ഷൂസ്, അങ്ങനെയുള്ള ഒരുപാട് ഗാറ്റ്സ് ഷൂസ്, അങ്ങനെയുള്ള ഒരുപാട് വലിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ് സാക്ക്. എന്താണ് സാക്ക്? ആരാണ് സാക്ക്? താങ്ക് യു. ഞാൻ എൻ്റെ പേര് സക്കീർ ഹുസൈൻ. ഞാൻ 1984 UAE വന്നു. 40 years സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഗാർമെൻറ്റ്സിൻ്റെ ഷോപ്സുകളുണ്ട്. ഞാൻ ഓൺ മാനുഫാക്ചറിങ്ങുള്ള ബ്രാൻഡിങ് ഗ്രാഡ്സ് ആൻഡ് ഗ്ലാഡിയേറ്ററിൻ്റെ സ്പോർട്സ് ഷൂസും ഓൾ ടൈപ്പ് ഓഫ് ഷൂസുകളുണ്ട്. മെൻസ് ബോട്ടിക് ഷോപ്പ് അജ്മാലിലും അബുദാബിയിലും, പിന്നെ ഹോൾസെയിൽ ഖത്തറിലും ഇന്ത്യയിലും നമ്മളെ ഡെവലപ്മെൻറ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അടുത്തായിട്ട് അബുദാബിയിൽ പുതിയൊരു ഷോറൂം, മുസ്ലിഫ് മാളിൽ ഒരു മെൻസ് ബോട്ടിക് ഷോറൂം, അത് സിഗ്നേച്ചർ ഷോപ്പായിട്ട് മാറുകയാണ്. അത് ഞങ്ങളൊരു ഫ്ലാഷ് ഷോപ്പാണ്. ഓക്കെ. അപ്പോൾ സാക്ക്, എന്തിനാണ് ഒരാൾ ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യുന്നത്? വൈ ഷുഡ് സമ്മൺ ജോയിൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് എന്താണ് പറയുക? ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ പേഴ്സണാലിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, പിന്നെ നമ്മളെ സ്റ്റേജ് ഫെയർ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. സാക്കിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വന്ന് ഈ IPL വന്നു. IPL വന്ന് കുറച്ച് കാലം കഴിഞ്ഞു. അതിനുശേഷം ടോസ്റ്റ് മാസ്റ്റർ കയറി. ഇന്ന് ഏത് സ്റ്റേജിൽ പോലും ഞാൻ ഈ അടുത്തൊരു അവാർഡ് ഫംഗ്ഷനിൽ സാക്ക് പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു സ്പോണ്ടാനിയസ് ആയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നു, സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ പച്ച മലയാളത്തിൽ ഗംഭീരമായിട്ട് നന്നായിട്ട് പ്രസംഗിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനുള്ള ഒരു കാരണം ടോസ്റ്റ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും? 100% എന്ന് പറഞ്ഞാൽ 50,000 ആളായിട്ട് ഇരുന്ന് പ്രസംഗിക്കാൻ എനിക്കൊരു സബ്ജക്റ്റ് കിട്ടാത്ത വിഷയമില്ല. എന്നാൽ ഞാൻ IPL ജോയിൻ ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് പറയുന്നൊരു 5 മിനിറ്റിന് അവിടെ ഒരു ടേബിൾ ഉണ്ടായത് കൊണ്ട് മാത്രമേ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയ. അത്ര ടെൻസ്ഡായിരുന്നു. ഇന്ന് ഈ ടോസ്റ്റ് മാസ്റ്ററിൽ കയറിയതിന് ശേഷം ആണ് നമുക്ക്, അതായത് ആക്ച്വലി ഇതൊരു എൻ്റർപ്രണറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തലങ്ങളിൽ വളരെയധികം വിജയിച്ചവരാണ്. അപ്പോൾ ആ വിജയിച്ചവർക്ക് അവരുടെ പറ്റിയിട്ട് അവരുടെ കൊളീഗ്സിന് ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റാഫ് ഇവൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ഗാദറിങ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കമ്പനി എന്ന് പ്രസൻറ്റ് ചെയ്യാൻ അവന് കഴിയില്ല. അവൻ്റെ മാനേജർ പറയും, എക്സ്പ്ലെയിൻ ചെയ്യും. മാനേജർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് പറയാൻ പറ്റില്ല. അങ്ങനെ ലെവലിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റർ. ഗ്രേറ്റ്. അപ്പോൾ അതായത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ടോസ്റ്റ് മാസ്റ്റർ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ടോസ്റ്റ് മാസ്റ്ററിൽ ഇത്തരം അവസരങ്ങളിൽ ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞ എൻ്റെ പ്രോഗ്രാമിന് എൻ്റെ സക്കീർ ഹുസൈൻ ഗാറ്റ്സ് ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നു. വിളിച്ച് ചെന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ അപ്സെറ്റ് ആയിപ്പോയി. എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് ഞാൻ IPL ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. 100% I'm sure. അപ്പോൾ ഈ ബിസിനസ്സുകാർക്കല്ലാതെ സാധാരണക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്താൽ അവർക്ക് എന്താ ഗുണം? സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കേൾക്കുന്നവരെല്ലാം ബിസിനസ്സുകാരല്ല, അല്ല, ജോലി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പല രീതിയിലുള്ള ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെ, ഒരുവിധ ആൾക്കാരുടെ ഒത്തിരി ഇൻ്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്താണ്. അവരുടെ ബാഡായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിനെ അവർക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അത്തരം ആൾക്കാരും ഈ ടോസ്റ്റ് മാസ്റ്ററിൽ ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരെ പ്രസൻറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും. നമ്മളൊരു 10 ആളുടെ മുന്നിൽ നിവർന്ന് നിന്ന് സംസാരിക്കുക എന്ന് പറയില്ലേ, ആ നിവർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ അവൻ്റെ സ്പീച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിനെ പറ്റും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഞാൻ 100 വട്ടം അടിവരയിട്ട് പറയും. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് ഇസ്മായിൽ ആണല്ലോ ഇപ്പോഴത്തെ IPL ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇസ്മായിലിനോട് ഇപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഇസ്മായിൽ ചെയ്യുന്നത്? ആക്ച്വലി
വാട്ട് ഈസ് യുവർ ബിസിനസ്? First of all, thank you Munirka and UBL for providing this wonderful opportunity. ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഫീൽഡിലാണ്, ട്രേഡിംഗ് ആണ്. ദേറ നൈഫിൽ അൽജാസ്മി ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ഷോപ്പ് നടത്തുന്നു. ഓക്കെ, കാലിക്കറ്റാണ് നാട്ടിൽ നിന്ന്. ഓക്കെ, എത്ര വർഷമായി യു എയിൽ വന്നിട്ട്? യു എയിൽ സിൻസ് 2011 മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊരു 4 years സൗദിയിൽ, 2014 to 2018 സൗദിയിൽ. ഇവിടെ നല്ല വോയിസ് ആണ്, നല്ല ബാസാണ് വോയിസിന്. എന്തായാലും അപ്പോൾ ഈ ടോസ്റ്റ് മാസ്റ്ററിൽ ഒരാൾ വന്നാൽ എന്തൊക്കെയാണ് അവർക്കൊരു ടേക്ക് അവേ കിട്ടുക? വാട്ട് ആർ ദ ടേക്ക് അവേസ് ഫ്രോം ടോസ്റ്റ് മാസ്റ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ? അതായത് ഇപ്പോൾ നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ മലയാളി കമ്മ്യൂണിറ്റി, ഇപ്പോൾ നമ്മൾ IPA എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം മലയാളി കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലുള്ള ഒരു പ്ലാറ്റ്ഫോം, ബിസിനസ്സായ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മലയാളികൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ലിറ്ററസി റേറ്റ് നമ്മൾ കൂടുതലാണ്. പക്ഷേ അൺഎംപ്ലോയബിൾ ആണ് നമ്മൾ പറയുമ്പോൾ. കാരണം നമ്മൾ ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, എൻ്റെ ഒരുപാട് കൊളീഗ്സ് ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടാതെയും ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് മാസ്റ്ററിൽ വരുമ്പം നമുക്ക് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടാത്ത എല്ലാ സംഗതികളും, അതായത് ഒരു നമ്മളെ മൈൻഡിലുള്ള ആശയം നമുക്ക് ധാരാളം മുമ്പിൽ പറയാനും ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുമ്പിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മളെ ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്താണ്. ഞാൻ സത്യത്തിൽ ഇവിടെ ദുബായിൽ വന്നപ്പം IPL വരാൻ തന്നെ കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അന്വേഷിച്ച് ടോസ്റ്റ് മാസ്റ്റേഴ്സ് വഴിയാണ് ഞാൻ സത്യത്തിൽ IPL വന്നത്. പിന്നീട് നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ആർക്കും ഇല്ല. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ വില കൂടിയ വാച്ചും മൊബൈലൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലൈഫ് ടൈം നമ്മൾ നമ്മളെ ഷാർപ്പൻ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. കാരണം അത് നമുക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇസ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മൾ ബൈ മന്ത്ലി നമ്മൾ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വി ലേൺ, വി പ്രാക്ടീസ്, വി ഇവാലുവേറ്റ് ആൻഡ് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ എവറി ഡേ വി പ്രോഗ്രസ്, ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. മെന്റേഴ്സ്, വി ഹാവ് മെന്റേഴ്സ്. കാരണം എനിക്കിപ്പോൾ അറിയാം പല ഇന്നത്തെ ഇവിടെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർമാരായിട്ട് തന്നെ IPA എന്ന് പറയുന്ന പല ആൾക്കാരുടെയും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IPA ടോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പല പ്രമുഖരും അന്നും ഇന്നും സ്റ്റാർട്ടിംഗ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഇന്നത്തെ ആ മാറ്റം ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് തന്നെയാണ് അവരുടെ ലൈഫ് വന്നത്. ഈ ടേക്ക് അവേ കുറിച്ച് ഒന്ന് ആഡ് ചെയ്തോട്ടെ. ടേക്ക് അവേ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു ടോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു കടലാണ്. അപ്പോൾ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമ്മളൊരു ഗ്ലാസ് കൊണ്ട് പോവുകയാണെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. നമ്മളൊരു മഗ് കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു മഗ് വാട്ടർ എടുക്കാം. നമ്മുടെ ഡിസയർ എത്രയാണ്. നമ്മളൊരു ബക്കറ്റും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഒരു ബക്കറ്റോളം അറിവും കഴിവും നമുക്ക് എടുക്കാം. അല്ല നമ്മളൊരു വലിയ ടാങ്കറും കൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ ടാങ്കർ നിറച്ച് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇസ്മായിൽ, താങ്ക് യു സോ മച്ച്. എനിത്തിങ് ടു ആഡ്? അല്ല, അപ്പം ഇതിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ ഒരു അവസരം നമുക്ക് ഈ മെസ്സേജ് കൊടുക്കാൻ പറ്റി. ഇത് കേൾക്കുന്ന ആളുകൾ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുകയും വളരെ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ ഒരു ലോ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. കാരണം നമുക്ക് ഇതിൽ ഓൺലൈൻ മെറ്റീരിയൽസ് ഉണ്ട്, നമുക്ക് പാത്ത് വേസ് ഉണ്ട്, ഒരു ഫോളോ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. അപ്പം നമുക്ക് അതിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും. താങ്ക് യു സോ മച്ച്. ഇനി IPA ടോസ്റ്റ് മാസ്റ്ററിന്റെ ട്രഷറർ, ഇത്രയൊക്കെ ആൾക്കാർ പറയുമ്പോൾ സാധാരണ ആൾക്കാരുടെ ഒരു സംശയം എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അതിനു മുമ്പ് കിങ് ഓഫ് ഹത്തയിലാണ്. ഹത്തയിൽ ഇപ്പോൾ ആരോടൊരു ഹത്തയിൽ ഏത് പർവ്വതത്തോടും ഏത് മലയോടും ഏത് ഡാമിനോടും ഏത് വെള്ളച്ചാട്ടത്തോടും ചോദിച്ചാലും ഷൈജു ആരാന്ന് വെച്ചാൽ ഷൈജുവിനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത്രമാത്രം ഹത്തയുമായിട്ട് എഴുതി ചേർന്ന ഒരാളാണ് ദ കിങ് ഓഫ് ഹത്ത. ഷൈജു എന്താണ് ബിസിനസ് ചെയ്യുന്നത്? താങ്ക് യു മുനീർക്ക ആൻഡ് UBL ടീം. എൻ്റെ ബിസിനസ് ലോജിസ്റ്റിക് ആണ്. ഓക്കെ, ലോജിസ്റ്റിക് കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെന്റേഷൻ ആണ് മെയിൻ. ഈയിടെ ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. അവാർഡ് കിട്ടുന്നുണ്ട് തന്നെ. 2022 ദുബായ് കസ്റ്റംസിന്റെ നമ്പർ 1 ക്ലിയറിംഗ് ഏജന്റ് എന്നുള്ള അവാർഡ് നമ്മൾ ഡോക്യുമെന്റേഷൻ ആണ് നമ്മളെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞു, എല്ലാവരും ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഒരാൾക്ക് ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? IPA മെമ്പർ ആണെന്നാണെങ്കിലും അല്ല വേറെ ഏതെങ്കിലും ടോസ്റ്റ് മാസ്റ്ററിൽ ആർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സും പ്രൊസീജിയേഴ്സും? IPA മെമ്പർമാരിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ VP നമ്മളെ സക്കീർ TM നമ്മൾ പറയാറ് ടോസ്റ്റ് മാസ്റ്റർ സക്കീർ. അപ്പോൾ സക്കീർ ഖാനെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതല്ല പുറത്തുള്ള ഒരാളാണ് IPA മെമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് toastmaster.org എന്നുള്ള സൈറ്റിൽ പോയാൽ
ഏറ്റവും നിയറസ്റ്റ് ക്ലബ്ബ് ഏതാണോ അതിൽ പിന്നെ സെർച്ച് ചെയ്താൽ അവർക്ക് നിയറസ്റ്റ് ക്ലബ്ബാണ് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മളെ IPL തന്നെ ഒരുപാട് ആൾക്കാർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിയർ, ഒരു സ്റ്റേജ് ഫിയർ. ഇപ്പം ഞാനൊക്കെ ഒരു 6 മാസമായിട്ടുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് എനിക്കുണ്ട്. ഞാനും തന്നെ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കും, മുട്ട് വിറക്കലും സംസാരം കിട്ടില്ല, മലയാളം പോലും കിട്ടില്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പിന്നുള്ള ലാംഗ്വേജ് വിഷയമല്ല, മലയാളം തന്നെ കിട്ടാൻ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്. അതൊക്കെ നമ്മൾ ഈ ടോസ്റ്റ് മാസ്റ്റർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് അതുകൊണ്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷൈജു എല്ലാവരെയും വിളിച്ചുവിട്ട് പ്രസംഗം അങ്ങ് ചെയ്തോളൂ എന്നുള്ളതാണ്. കാരണം അവർ അത്രയും അതൊരു ഒരു ലഹരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ നിർത്തിയിട്ട് നീ കേൾക്കുന്ന പറഞ്ഞിട്ട് പ്രസംഗിച്ച് തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുന്ന മാറ്റങ്ങളെ അത്രയും ഇമ്പാക്ട്ഫുൾ ആണെന്നാണ് തോന്നുന്നത് അല്ലേ? എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക. IPL തന്നെ ഏറ്റവും ഫസ്റ്റായിട്ട് പറയുന്ന IPL എല്ലാ മെമ്പേഴ്സും ഇതിൽ ജോയിൻ ചെയ്യണം. ഇത് മാക്സിമം യൂസ് ചെയ്ത് ചെറിയ ചാർജേ ഉള്ളൂ, തുച്ഛം ഒരു ചാർജിലാണ് നമുക്ക് ഇത്രയും പേര് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലെല്ലാം യൂസ് ചെയ്ത് എല്ലാം ഓൺലൈനായിട്ടുണ്ട്, എല്ലാം വ്യക്തമാക്കിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. തങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം, സ്ത്രീകൾക്ക് ഈ പ്ലാറ്റ്ഫോം അത്രയും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് സ്ത്രീകൾ കുറഞ്ഞു വരുന്നത്? കുറവാണോ അല്ല എനിക്കറിയാത്തതുകൊണ്ട് IPL പിന്നെ സ്ത്രീകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. മറ്റ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് ഇവിടെ വളരെ ആക്റ്റീവാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഡയറക്ടർ തന്നെ നമ്മുടെ ക്ലബിലെ ഡിസ്ട്രിക്ട് ഡയറക്ടർ ദീപ സുരേന്ദ്രൻ അവർ വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മെൻറ്ററായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് എനിക്കറിയാം, അവർ വളരെ ആക്റ്റീവാണ്. ഇവിടെ ലേഡീസ് ടോസ്റ്റ് മാസ്റ്റർ ക്ലബിൽ എസ്പെഷ്യലി നല്ല പാർട്ടിസിപ്പേഷനും നല്ല ആക്റ്റീവുമാണ് ആ ഒരു വിഭാഗം. അതിൽ ഒരു ഇതുമില്ല. പിന്നെ IPL മെമ്പർഷിപ്പിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കുട്ടികൾക്ക് 18 വയസ്സിൽ കുറഞ്ഞ ആളുകൾക്ക് അതിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. അത് ക്ലബ്ബിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിയറസ്റ്റ് ക്ലബ്ബുകൾ അവൈലബിൾ ആണ്. ആ ക്ലബ്ബിൽ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലബ്ബ് ആക്ടിവിറ്റി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ വളരെ യൂസ്ഫുള്ളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി ആഡ് ചെയ്യുമ്പോൾ ഈ ബിസിനസ്സുകാർ മാത്രമല്ലല്ലോ, ജോലിക്കാർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ കാണുന്ന ഒരു സംഭവം മുന്നിർക്ക, കമ്പനികൾ വർക്ക് ചെയ്യുന്ന ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആവും, എഞ്ചിനീയർ ആവും, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവും, പലരും. പക്ഷേ അവർ ചെയ്ത വർക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പക്ഷേ വേറെ ഒരു മാനേജർ ഉണ്ടാവും കമ്പനിയിൽ. അദ്ദേഹമായിരിക്കും ഈ വർക്കിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോകുന്നത്. പ്രസൻറ്റേഷൻ നന്നായതുകൊണ്ട് ഈ സ്റ്റാഫിൻ്റെ മുഴുവൻ വർക്കിൻ്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞ മാനേജർ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നവരാണ് പലരും. കരിയറിൽ സ്റ്റക്കാവുന്ന ഘട്ടമാണ്. സത്യത്തിൽ അവർക്ക് നല്ല പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ, ടീം ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് കടക്കാൻ ഒറ്റ തടസ്സം കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലായ്മയാണ്. അതാണ് ചുരുക്കം. അപ്പോൾ ഇത് ശ്രവിക്കുന്ന ബിസിനസ്സുകാരോ ഹൗസ് വൈഫ്സോ സ്റ്റുഡൻസോ എന്നില്ല, എല്ലാവർക്കും ഇക്കാലത്ത് ഒരു പണിയും ചെയ്യേണ്ട, എല്ലാ പണിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് അത് നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കിന്ന് സിസ്റ്റംസ് ഇല്ല. പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടാവണമെന്നില്ല, ഓഫീസിൽ ഉണ്ടാവണമെന്നില്ല. അത് നിങ്ങൾ അടുത്തുള്ള ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. റഫീഖ്, ഇപ്പം ബീങ് എ പ്രസിഡന്റ്, ഇപ്പം നിങ്ങളുടെ ഒരു IPA അല്ലെങ്കിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞു ഇസ്മായിൽ, ഇവാലുവേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് ചുരുക്കി പറയാൻ? ടോസ്റ്റ് മാസ്റ്റേഴ്സ് നമ്മൾ മാസത്തിൽ 2 മീറ്റിംഗ് ആണ് കൂടുന്നത്. എല്ലാ ഇടവിട്ട ചൊവ്വാഴ്ചകളിലും ഈവനിങ്ങിലാണ് സാധാരണ നമ്മൾ കൂടുന്നത്. അതിൽ പ്രിപ്പയർഡ് സ്പീച്ചസ് ഉണ്ടായിരിക്കും, 3 സ്പീച്ചസ് ഉണ്ടായിരിക്കും. അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ചും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ആ സ്പീച്ചസിനെ കൃത്യമായിട്ട് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു, ആ പ്രസംഗം എല്ലാവരും കേൾക്കുന്നു, അതിലൊരാൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് ആ പ്രസംഗത്തിനുള്ള കുറവുകൾ എന്താണ്, അതിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാവണം, ഐ കോണ്ടാക്ട് എങ്ങനെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയാന്നുള്ളതാണ് ഇവാലുവേഷൻ. ഞാൻ കണ്ടത് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ വലിയൊരു പ്രത്യേകത, നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കംപ്ലീറ്റ് ഒരു മനുഷ്യൻ്റെ ട്രാൻസ്ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. കമ്മ്യൂണിക്കേഷൻസ് മാത്രമല്ല, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ
നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം വളരെ പോസിറ്റീവായിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മളതിനെ വിലയിരുത്താമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഓവറോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രിപ്പയർഡ് സ്പീച്ചസ് ഉണ്ടായിരിക്കും, 3-4 സ്പീച്ചസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, ജനറൽ ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടേബിൾ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. നമ്മളവിടെ ഇൻസ്റ്റന്റ് ടോപ്പിക്സ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു സെഷൻസ് ഉണ്ടായിരിക്കും. ഇത് മൊത്തം ഒരു സീരിയസ് ഇഷ്യൂ ആണോ? ഭയങ്കര മസിൽ പിടുത്തവും ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇത് IPA ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ടോസ്റ്റ് മാസ്റ്റർ നമ്മുടെ സാക്ക് പറഞ്ഞു, അദ്ദേഹം 50,000 ആളുകളുടെ ഇടയിൽ ഇരുന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ 5 ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഈ 3 വർഷത്തെ IPA ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ പ്രയാണത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും. വളരെ ഭയത്തോടെ കയറി വന്നിട്ട് ഇന്ന് സ്റ്റേജിൽ ഏതൊരു അവസരം കിട്ടിയാലും ഗംഭീരമായി പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകളെ IPA ടോസ്റ്റ് മാസ്റ്റേഴ്സിന് 3 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത്, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട 1ാമത്തെ സ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. വാരൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ വാല്യൂ by 50% you want to improve your communication skill എന്നുള്ളത്. അപ്പോൾ അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഫ്യൂ ഇയേഴ്സ് ago സർവേ കണ്ടക്റ്റഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്ത് അപ്പോൾ അതിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ പേടി എന്തായിരുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞത്, 2ാമതായിട്ട് പറഞ്ഞത് മരണഭയമായിരുന്നു. പക്ഷേ 1ാമതായിട്ട് പറഞ്ഞത് പബ്ലിക് സ്പീക്കിംഗ്. അതായത് 99% ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സദസ്സിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ഭയമാണ്. അപ്പോൾ എനിക്ക് IPA ടോസ്റ്റ് മാസ്റ്റേഴ്സ് IPA മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഒരു ഓണ്ടർപ്രീനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സ്കിൽ കമ്മ്യൂണിക്കേഷൻ, സപ്ലയേഴ്സുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട്, ടീമുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി, കൃത്യമായിട്ട് വന്നാൽ മതി. ഒരു 6 മാസം 1 വർഷം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നാൽ, ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വലിയ മാറ്റം നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ അതിൻ്റെ എന്താ പറയുക ഉദാഹരണങ്ങളാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതൊരു കാര്യവും നമ്മൾ സമർപ്പണ മനോഭാവത്തോടെ ചെയ്താൽ അത് തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ IPA എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ IPAയുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടേഴ്സും അതുപോലെ തന്നെ അതിന് ഇപ്പോഴത്തെ ഭാരവാഹികളുമാണ് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ ഒരു മടിയും ഇല്ലാതെ എത്ര ആളുകളുടെ മുന്നിലും മൈക്കിന് മുന്നിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി കണ്ണിലേക്ക് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്കിപ്പോൾ മുട്ട് വിറക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തൊണ്ട ഇടറുന്നുണ്ടെങ്കിൽ, നാവ് വിറക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയും, ജോയിൻ ഇൻ എനി ഓഫ് ദ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇൻ ദ നിയറസ്റ്റ് പ്ലേസ്. നിങ്ങൾ ഏറ്റവും അടുത്ത ഏത് ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബിൽ നിങ്ങൾ പോയാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷത്തെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ പോയാൽ മാത്രം മതി. പിന്നെ ഒരിക്കലും നിങ്ങളതിന് പുറകോട്ട് വരില്ല. കാരണം ഇറ്റ് വിൽ ബിക്കം ആൻ അഡിക്ഷൻ ടു യു. അത് ലഹരി പോലെ തന്നെ, സിഗരറ്റ് പോലെ തന്നെ, ഡ്രിങ്ക്സ് പോലെ തന്നെ നിങ്ങളൊരു അഡിക്റ്റായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തെളിയിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അത് അത്രയും ചിരിച്ച മുഖത്തോടു കൂടി ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പങ്കുവെക്കാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒറ്റ മിനിറ്റ് പറയാം. അതായത് ഞാൻ പ്രസിഡന്റായ സമയത്ത് എനിക്ക് മാത്രം കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാ പ്രസിഡൻസും കിട്ടും, ശ്രദ്ധിച്ചാൽ റഫീഖിനും കിട്ടുന്നതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ ടോപ്പിക്സ് ഉണ്ടാവും. ടേബിൾ ടോപ്പിക്സിൽ 1 മിനിറ്റാണ്, 1 മിനിറ്റിനകത്ത് ഒരു ടോപ്പിക് കൊടുത്ത് സംസാരിക്കണമല്ലോ. അപ്പം ഈ പ്രസംഗിച്ച് വരുന്ന പലരും ആദ്യമായിട്ട് വരുന്നവരായിരിക്കും ഈ ക്ലബ്ബിൽ. അപ്പോൾ ഇവർ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഇവർക്കൊരു കംഫർട്ട് കൊടുക്കാനായി ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുക്കും. അപ്പോൾ വിറച്ച കൈകൾ ഒരുപാട് ട്രെംബ്ലിംഗ് ഹാൻഡ്സ്, യു ഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ട്രെംബ്ലിംഗ് ഹാൻഡ്സ്. അറ്റ് ദ സെയിം ടൈം ചില ആളുകൾ വളരെ സെൻസിറ്റീവായിട്ട് തണുത്ത കൈകൾ, ചൂടുള്ള കൈകൾ, ഇങ്ങനെ വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഏറ്റവും ഈസി, ഏറ്റവും രസകരമായിട്ടൊരു ഇതിനകത്ത് വരുന്നൊരു സംഭവമാണ്.
എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ. താങ്ക് യു സോ Thank you മച്ച് very ഫോർ ബീങ് ദ പാർട്ട് ഓഫ് ദി ഷോ. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ് ഞങ്ങൾ കണ്ടെത്തി. കാരണം ആൾക്കാർ, അതും ടോപ്പ് മോസ്റ്റ് ബിസിനസ് നോച്ചിലുള്ള ബിസിനസ് ആൾക്കാർ ഇത്രയും ഒന്നിച്ചിരുന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. കേൾക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇത്രയും ആൾക്കാർ ഇത്രയും സമയം മെനക്കെട്ട് ഇവിടെ വന്ന് പറയണമെങ്കിൽ, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയണമെങ്കിൽ, ഇന്നലെ വരെ മുട്ടുവിറക്കാതെ സംസാരിക്കാൻ പറ്റാതിരുന്ന ആൾ ഇന്ന് ഏത് സ്റ്റേജിലും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ കഴിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി മാറാം. ജോയിൻ ഇൻ എനി ടോസ്റ്റ് മാസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. ഇനി Thank you very much. അടുത്ത ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു വെരി മച്ച്. മുനീർ അൽ വഫ വിത്ത് ലവ്.